ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നമുക്കിന്ന് അടിപൊളിയായിട്ടൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി ഉണ്ടാക്കിയെടുത്താലോ. അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേന്ത്രപ്പഴം കഴിക്കാൻ മടിയുള്ളവർക്കും കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ എന്തായാലും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇതിന് നേന്ത്രപ്പഴം ഞാൻ ഇതുപോലെ അങ്ങ് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. ഗസ്റ്റ് വന്നാലും അതുപോലെ തന്നെ ബേബീസിന് വെയിറ്റ് കൂടാനായിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ പ്രഗ്നൻറ്റ് ലേഡീസിനും കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ പൊതുവേ ആർക്കാണെങ്കിലും പഴം കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതുപോലൊന്ന് കഴിച്ചാൽ വെയിറ്റ് കൂടാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലോട്ട് നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. നെയ്യ് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പഴം ഇട്ട് കൊടുക്കാം. പഴം ഇനി നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരണം കേട്ടോ. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ പഴമൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായി വരട്ടെ കേട്ടോ. അപ്പോൾ പഴം നന്നായിട്ടൊന്ന് വാട്ടി വരണം. അപ്പോൾ ഇതിന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 2 ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 4 ടീസ്പൂണോളം തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പഴം ഇഷ്ടമല്ലാത്തവരും കൂടി കഴിച്ചു പോകും, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും. ബൈ ബൈ.